ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരിശുദ്ധ ഖുർആനിലെ 89-ാമത്തെ അധ്യായം സൂറത്തുൽ ഫജ്ർ. ഈ ഫജ്ർ എന്ന് പറയുന്ന ഈ അധ്യായവുമായി ബന്ധപ്പെട്ട് അല്പകാര്യങ്ങൾ സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ ഫജ്രി വലയാലിൻ അശ്രിൻ വശഫഇ വൽ വത്രി വൽ ലൈലി ഇദാ യസ്ർ ഹൽ ഫീ ദാലിക ഖസമുൽ ലിദീ ഹിജ്ർ. ആദ്യത്തെ 5 ആയത്തുകളാണ് പാരായണം ചെയ്തത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ആദ്യത്തെ 4 ആയത്തുകൾ കൂട്ടി ഒരുമിച്ച് ചേർത്തിയാണ് ഓതിയത്. മറ്റൊന്നുമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 4 ആയത്തുകളിൽ ചില കാര്യങ്ങളെ കൊണ്ട് സത്യം ചെയ്ത് പറയുകയാണ്, ആണയിട്ട് പറയാൻ പോവുകയാണ്, സത്യം ചെയ്ത് പറയുകയാണ്. ഇനി പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, അതിലേക്കുള്ള ഒരു സത്യം ചെയ്തുള്ള സംസാരം, അതാണല്ലോ ഗൗരവം ബോധിപ്പിക്കാനാണ് നമ്മൾ പലപ്പോഴും സത്യം ചെയ്ത് സംസാരിക്കാറുള്ളത്. വൽ ഫജ്ർ, ആദ്യമായിട്ട് പ്രഭാതം തന്നെയാണെങ്കിൽ സത്യം, പ്രഭാതം. രണ്ടാമത് വലയാലിൻ അശ്ർ, 10 രാത്രികൾ തന്നെയാണെങ്കിൽ സത്യം. വശഫഇ വൽ വത്ർ, ഒറ്റയും ഇരട്ടയും തന്നെയാണെങ്കിൽ സത്യം. വല്ലൈലി ഇദാ യസ്ർ, ചരിച്ചുകൊണ്ടിരിക്കുക രാത്രി തന്നെയാണെങ്കിൽ സത്യം. പ്രഭാതം, 10 രാത്രികൾ, അതിനു പുറമെ രാത്രി, അതിനും പുറമെ ഒറ്റയും ഇരട്ടയും. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകൃതിയിൽ 5 കാര്യങ്ങളെടുത്ത് സത്യം ചെയ്തുകൊണ്ട് ഇവിടെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഹൽ ഫീ ദാലിക ഖസമുൽ ലിദീ ഹിജ്ർ. ലിദീ ഹിജ്ർ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ളവന് ആ മേൽ പറഞ്ഞ സത്യങ്ങളിൽ വല്ല വകയുമുണ്ടോ? നോക്കാം നമുക്ക്. എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്യാൻ വേണ്ടി ആദ്യമായിട്ട് പ്രഭാതത്തെ തിരഞ്ഞെടുത്തത്? അതായത് ഭൂമിയിൽ നിന്ന് അന്ധകാര നിബിഡമായിട്ടുള്ള ഭീകരാവസ്ഥ, അതാണല്ലോ രാത്രി എന്ന് പറയുന്ന ഇരുട്ട്. ആ ഇരുട്ടിനെ അകറ്റിക്കൊണ്ട്, ഇരുളകറ്റിക്കൊണ്ട് പ്രഭാതം പൊട്ടിവിടരുകയും മരണതുല്യമായ ഘാതനിദ്രയിൽ നിന്ന് മനുഷ്യനെ ഉണർത്തുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസം. അതിലൂടെ മനുഷ്യൻ്റെ നവചൈതന്യം ലഭിക്കുന്നുണ്ട്. ലോകത്ത് ഈ ഒരു പ്രതിഭാസം മനുഷ്യൻ്റെ ബുദ്ധിയെ, മനസ്സിനെ സ്വാഭാവികമായിട്ടും ഒരു നേരം ചിന്തിപ്പിക്കുന്നുണ്ട്. ലോകം മുഴുവനും ഈ ഒരു പ്രതിഭാസത്തിന് സാക്ഷിയാണല്ലോ. അള്ളാഹു ഇതിനൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന റബ്ബ്, ഇങ്ങനെ പ്രഭാതം നൽകുന്ന റബ്ബ്, ആ റബ്ബിന് മരണശേഷം മനുഷ്യന് പുനർജന്മം നൽകാൻ കഴിവുള്ളവരാണ് എന്നത് മനസ്സിലാക്കാൻ പ്രയാസമില്ലല്ലോ. ഇതിലേക്കുള്ള ഒരു സൂചനയായിട്ടാണ് പ്രഭാതം കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്തത്. ഇവിടെ വൽ ഫജ്ർ എന്ന് പറഞ്ഞതുകൊണ്ട് പ്രഭാത നിസ്കാരമാകുന്ന സുബഹിയാണ് ഉദ്ദേശമെന്നും ചില അഭിപ്രായങ്ങൾ കാണാൻ പറ്റും. ഏതായാലും പ്രഭാതം എന്ന് പറയുന്ന പ്രതിഭാസം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ ചോദിക്കുന്നുണ്ടല്ലോ. വന്നഹാറ മുബ്സിറ, ഖുർആൻ പറയുന്നുണ്ട് പകൽ നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഖസസിൽ ചോദിക്കുന്നുണ്ട്, ഖുൽ അറഅയ്തും ഇൻ ജഅലല്ലാഹു അലൈക്കുമുൽ ലൈല സർമദ. ഈ രാത്രി എങ്ങാനും അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ രൂപത്തിൽ നിർത്തിയാൽ എങ്ങനെയായിരിക്കും അവസ്ഥ? അലൈക്കുമുൻ നഹാറ സർമദ, പ്രഭാതത്തെ അള്ളാഹു നമുക്ക് മുഴുവൻ സമയവും 24 മണിക്കൂറും പ്രഭാതമാണെങ്കിൽ എങ്ങനെ ഉണ്ടാകും? അള്ളാഹുവിൻ്റെ ഈ പ്രഭാത പ്രദോഷം, ഈ രാപ്പകലുകൾ മാറി മറയുന്നതിലൊക്കെ വലിയ ദൃഷ്ടാന്തങ്ങളെന്നുണ്ട്. അതിലേക്കുള്ള സൂചനയാണ് സൂറത്തുൽ ഫജ്റിൻ്റെ ആദ്യ ആയത്ത്. രണ്ടാമതായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്തത് 10 രാത്രികളെ കൊണ്ടാണ്. ഈ രാത്രികളെ കൊണ്ട് ഏതാണ് ഉദ്ദേശിക്കുന്നത്? പല അഭിപ്രായങ്ങളും മുഫസ്സിറുകൾ പറയുന്നുണ്ട്. മുഹറം മാസത്തിലെ പവിത്രമായിട്ടുള്ള ആദ്യത്തെ 10 ദിനങ്ങളാണെന്ന് കാണാം. മറ്റൊരു അഭിപ്രായത്തിൽ റമദാനിലെ അവസാനത്തെ 10 ദിനങ്ങളാണെന്ന് പറഞ്ഞവരുണ്ട്. എന്നാൽ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും വലയാലിൻ അശ്ർ എന്ന് പറയുന്ന ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, പ്രസിദ്ധമായ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളെക്കുറിച്ചാണെന്ന്. ഹജ്ജ് കർമ്മങ്ങളിൽ സുപ്രധാനമായ പല കർമ്മങ്ങളും നടക്കുന്ന ഈ 10 ദിവസങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട ചില ദിവസങ്ങളാണല്ലോ. അറഫയിൽ നിൽക്കലും മുസ്ദലിഫയിലും മിനയിലുമായി ബന്ധപ്പെട്ട്, അതേപോലെ വലിയ പെരുന്നാളിൻ്റെ സുദിനം, ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഈ 10 ദിവസങ്ങൾക്ക് ആണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെക്കുറിച്ചാണ് ഖുർആനിൽ സൂചിപ്പിച്ചതെന്ന് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നുണ്ട്. ഈ അഭിപ്രായത്തിന് സാധുത വളരെയധികം കൂടുതലാണ്. കാരണം ഹജ്ജ് കർമ്മങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇസ്ലാം വരുന്നതിന് മുമ്പും അവർ വളരെ അധികം പ്രാധാന്യത്തോടുകൂടെ കൽപ്പിച്ചിരുന്ന ഒരു കർമ്മമായിരുന്നു. അതുകൊണ്ട് തന്നെ ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിവസങ്ങളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ദുൽഹിജ്ജയിലെ 10 ദിനങ്ങളിൽ ചെയ്യുന്നതിനേക്കാൾ അള്ളാഹുവിന് മറ്റ് ദിവസങ്ങളിൽ കർമ്മം ചെയ്യുന്നത് ഇഷ്ടപ്പെടില്ല എന്ന് പോലും ഹദീസുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 10 ദിവസങ്ങൾ, ദുൽഹിജ്ജയിലെ പ്രധാനപ്പെട്ട ഈ 10 ദിവസം, 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ, ആ 10 ദിവസങ്ങളിൽ ഇബാദത്തുകളെ കൊണ്ട്, കർമ്മങ്ങളെ കൊണ്ട് നമ്മുടെ ജീവിതം ധന്യമാവണം. സമയങ്ങളെ നമ്മൾ നിബിഡമാക്കണം. പ്രത്യേകിച്ച് രാത്രികളിൽ സൂറത്തുൽ ഫജ്ർ ഓതൽ സുന്നത്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതായാലും ഈ സൂറത്തുൽ ഫജ്റിൻ്റെ മഹത്വം പറയുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വലയാലിൻ അശ്ർ, 10 രാത്രികളെ കൊണ്ടും അള്ളാഹു സത്യം ചെയ്തിരിക്കുകയാണ്. മൂന്നാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്യുന്നു ഒറ്റയും ഇരട്ടയും കൊണ്ട് എന്ന് പറഞ്ഞാണ്. വശഫഇ വൽ വത്ർ, എന്താണ് ഒറ്റയും ഇരട്ടയും കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പല അഭിപ്രായങ്ങളുമുണ്ട്, മുഫസ്സിറുകൾ പറഞ്ഞതായിട്ട് കാണാം. എന്നാൽ ഈ ഒറ്റയും ഇരട്ടയും എന്ന് പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം
ലോകത്തുള്ള എന്ത് വസ്തു എടുത്തു നോക്കുകയാണെങ്കിലും ഒന്നുകിൽ അത് ഒറ്റയോ ഇരട്ടയോ ആയിരിക്കും എന്നുറപ്പാണ്. ഒന്നുകിൽ ഒറ്റയായിരിക്കും, അല്ലെങ്കിൽ അത് ഇരട്ടയായിരിക്കും. അതുകൊണ്ട് ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളെ കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്യുന്നു. ഇങ്ങനെ പറഞ്ഞ വ്യാഖ്യാനങ്ങൾ നമുക്ക് കാണാം. മറ്റൊരു വ്യാഖ്യാനം പറയുന്നത് ലോകത്തുള്ളതെല്ലാം ഇരട്ടകളാണ്. കാരണം അതിന് ഇണയോ തുണയോ തുല്യമായതോ സമമായതോ ഒന്നുണ്ടാകും. എന്നാൽ തുല്യതയില്ലാത്ത, സമാനതകളില്ലാത്ത ഉന്നതനാകുന്ന ഒരേ ഒരു ശക്തി അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അപ്പം അള്ളാഹുവിനെ തൊട്ടും അവനല്ലാത്ത ഇരട്ടയായിട്ടുള്ള ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളെ തൊട്ടും സത്യം ചെയ്തു. ഇതോടുകൂടെ ഈ സത്യത്തിൻ്റെ വൈപുല്യം എത്രയാണ് നമ്മൾ ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹദീസിൽ പറയുന്നുണ്ട്, ഇന്നല്ലാഹ വിത്റുൻ യുഹിബ്ബുൽ വിത്ര, അല്ലാഹു ഏകനാണ്. അതാ ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു ഏകനാണെന്ന് പറഞ്ഞതിൻ്റെ സാരാംശം. മറ്റ് ചില വ്യാഖ്യാനങ്ങളിൽ പറയുന്നത് കാണാം, ഒറ്റ എന്ന് പറയുന്നത് കൊണ്ടുള്ള ഉദ്ദേശ്യം ദുൽഹിജ്ജയിൽ ആദ്യത്തെ 10 ദിവസങ്ങൾ കഴിഞ്ഞു, പിന്നീട് നമ്മളൊക്കെ ആചരിക്കുന്ന മഹത്തമായി കാണുന്ന അയ്യാമു തശ്രീഖ്, അതിൽപ്പെട്ട 11ഉം 13ഉം ഒറ്റയും 12 എന്ന് പറയുന്ന ഇരട്ട ദിവസത്തെയും ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയാണ് ഒറ്റയും ഇരട്ടയും എന്ന് പറഞ്ഞത്. വശഫി വൽവത്ത് അതല്ല, നിസ്കരിക്കുമ്പോഴുള്ള ഒറ്റ റക്അത്തുകളുള്ള മഗ്രിബ് നിസ്കാരം, അല്ലേ? 3 റക്അത്ത് ഒറ്റയാണല്ലോ. എന്നാൽ അതേപോലെ ഇരട്ട നിസ്കാരങ്ങൾ റക്അത്തുകൾ എന്ന് പറഞ്ഞാൽ 4, 2 ഈ രൂപത്തിൽ വരുന്ന ളുഹ്ർ, അസ്ർ, ഇശാ, സുബ്ഹി ഇവകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പറഞ്ഞത് എന്നും നമുക്ക് കാണാൻ കഴിയും. ഏതായാലും ഈ ഷഫ്അ് വത്ർ എന്ന് പറയുന്ന ഈ ഒരു ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് 20ഓളം അഭിപ്രായങ്ങൾ ഇമാം റാസി റഹിമഹുല്ലയെ പോലെയുള്ള ആളുകൾ ഉദ്ധരിക്കുന്നുണ്ട്. ഖുർആൻ്റെ സാരാംശങ്ങൾ പറയുകയാണെങ്കിൽ അതിൻ്റെ പ്രവിശാലമാകുന്ന ലോകത്തേക്ക് നമുക്ക് കടന്നു ചെല്ലുമ്പോൾ മനസ്സിലാകും അള്ളാഹുവിൻ്റെ കലാമിൻ്റെ ആ ഒരു വിശാല അർത്ഥവും നമ്മളുടെ ബുദ്ധിയുടെ ന്യൂനതയും എത്രയാണെന്ന് നമുക്ക് കറക്റ്റ് മനസ്സിലാകും. അഞ്ചാമതായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്യുന്നു, വല്ലൈലി ഇദാ യസർ, ചരിക്കുന്ന രാത്രിയെ കൊണ്ട് സത്യം ചെയ്യുന്നു അള്ളാഹു. ഇവിടെ രാത്രിയുടെ വരവിനെയോ പോക്കിനെയോ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതാണ് ഇദാ യസർ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും രാത്രി പോകുമ്പോഴുണ്ടാകുന്ന പ്രഭാതത്തെക്കുറിച്ചിട്ടുള്ള ഒരു സത്യം ആദ്യ ആയത്തിൽ അള്ളാഹു ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ രാവിൻ്റെ തുടക്കം, പ്രാരംഭഘട്ടം, അതായത് മഗ്രിബ് സമയം, ആ ഒരു സമയത്തെക്കുറിച്ചാണ് കൂടുതൽ ആ ഒരു അഭിപ്രായം, ആ ഒരു രൂപത്തിൽ ഈ രാത്രിയുടെ പ്രാരംഭം, അതാണ് ഈ ആയത്തിൻ്റെ ഉദ്ദേശമെന്ന് പലരും പറഞ്ഞതായിട്ട് കാണാൻ കഴിയും. രാത്രിയുടെ പ്രാരംഭവും വലിയ ദൃഷ്ടാന്തം തന്നെയാണല്ലോ. അതായത് ഈ പ്രപഞ്ചത്തിലെ അള്ളാഹു നടത്തുന്ന പ്രോസസ്സ് കൃത്യമായിട്ട് എത്ര കാലങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പൊടി പോലും വ്യത്യാസമില്ലാതെ, തടസ്സങ്ങളില്ലാതെ, ന്യൂനതകളില്ലാതെ അള്ളാഹു വളരെ കൃത്യമായിട്ട് ഈ പ്രകൃതിയെ സംവിധാനിച്ച് പരിപാലിക്കുന്നുണ്ട് അള്ളാഹു ജല്ല വഅല. ആ റബ്ബിൻ്റെ ദൃഷ്ടാന്തത്തെ നമ്മൾ ആ ദൃഷ്ടാന്തത്തെക്കുറിച്ച് മനസ്സിലാക്കാനും അതിലേക്ക് നമ്മളെ ചിന്തയെ ക്ഷണിക്കുകയുമാണ് പരിശുദ്ധ ഖുർആൻ ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ, രാപ്പകലുകളുടെ വരവും പോക്കും അതിലുള്ള ഏറ്റ വ്യത്യാസങ്ങളും നമുക്ക് വല്ലാത്ത അനുഗ്രഹം തന്നെയാണ്. അപ്പോൾ അതിലുള്ള മാറ്റങ്ങൾ നിയന്ത്രിക്കുന്ന ഏക ഇലാഹാകുന്ന അള്ളാഹുവിലേക്കുള്ള സൂചന നൽകുകയാണ് ഈ ആയത്ത്. ആ അള്ളാഹു, ആ ഖാദിറാകുന്ന, ഇതിനെല്ലാം നിയന്ത്രിക്കാൻ അധികാരമുള്ള മാലിക്കാകുന്ന, ഉന്നതനാകുന്ന, ജലാലിയത്തും ജമാലിയത്തും ഒരുമിച്ച് കൂടിയ അള്ളാഹു ആകുന്ന ആ റബ്ബിൻ്റെ ശക്തിയും അവൻ്റെ അന്യൂനം പ്രവർത്തിക്കുന്നവനും അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം അറിയുന്നവനാണെന്നും നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കണം. ഈ പറഞ്ഞ രാത്രി എല്ലാ രാത്രിയുമാണെന്ന് പ്രബല അഭിപ്രായമുണ്ടെങ്കിൽ പോലും വലിയ പെരുന്നാൾ രാവിൽ ഹാജിമാർ മുസ്ദലിഫയിൽ ഒത്തുകൂടുന്ന രാത്രിയെക്കുറിച്ചാണ് ഇവിടെ ഉദ്ദേശമെന്നും അഭിപ്രായമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ ആയത്തിൻ്റെ ദുൽഹിജ്ജ മാസമായിട്ടും ഹജ്ജുമായിട്ടും വലിയ കണക്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് സൂറത്തുൽ ഫജ്ർ നമ്മൾ ഈ സമയത്ത് ചർച്ച ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുൽഹിജ്ജ മാസത്തിന് നൽകിയ വലിയ പവിത്രത, അതിൽപ്പെട്ട ഒരൊറ്റ കാര്യം മാത്രം നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇസ്ലാമിൻ്റെ 5 കാര്യങ്ങൾ ഒരുമിച്ച് വരുന്ന മാസം. കാരണം ഹജ്ജ് ഈ മാസത്തിലാണ്. നിസ്കാരമുണ്ട്, നോമ്പ് വരുന്നുണ്ട്, അറഫ നോമ്പ്, അതേപോലെ സ്വതക്കകൾ നമുക്കറിയാം, ഉദഹിയ്യത്ത് കാരണം ലൈ യനാലല്ലാഹു ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും എന്ന് പറഞ്ഞിട്ട് സൂറത്തുൽ ഹജ്ജ് എന്ന് പറയുന്ന ഹജ്ജ് ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കണം. അപ്പോൾ ഈ രൂപത്തിൽ ഇസ്ലാമിൻ്റെ പഞ്ചകർമ്മങ്ങൾ ഒരുമിച്ച് കൂട്ടുന്ന ഏക സമയമാണ് ഈ ദുൽഹിജ്ജ. അതുകൊണ്ടാണ് ഈ 10 ദിവസങ്ങൾക്ക് വലിയ പവിത്രതയും മഹത്വമുണ്ട് പണ്ഡിതന്മാരും പൂർവ്വസൂരികളാകുന്ന ഉലമാക്കളും നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്ത് കണ്ടിട്ട് ചോദിക്കുകയാണ്, ഹൽ ഫീ ദാലിക ഖസമുൽ ലിദീ ഹിജ്ർ, ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാക്കുവാൻ ഈ സത്യത്തിൽ തീർച്ചയായിട്ടും വകയുണ്ട്. റാസി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശ്യം ഈ പറഞ്ഞ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളിൽ അള്ളാഹു അവൻ്റെ ശക്തി കൊണ്ട് അവൻ നിയന്ത്രിക്കുന്നെന്നും അവൻ ഏകനാണെന്നും മനസ്സിലാക്കിയാൽ, അങ്ങനെ മനസ്സിലാക്കിയ ഒരുത്തന് ഇതിൽ നിന്നും മനസ്സിലാകും മറ്റുള്ള ശക്തികളൊന്നും മഅബൂദുകളൊന്നും ആരാധിക്കപ്പെടേണ്ട വസ്തുക്കളല്ല, മറിച്ച് അള്ളാഹു ഏകനാണെന്നും അവൻ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവാണെന്നും നിസ്സംശയം ഒരാൾക്ക് മനസ്സിലാക്കാൻ ഇത് തന്നെ ധാരാളമാണെന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ശരിക്ക് ഹിജ്ർ എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം തടയുക എന്ന. പിന്നെ നമ്മളിവിടെ എന്താ അർത്ഥം വെച്ചത്? ബുദ്ധിയുള്ളവൻ.
എങ്ങനെയാ ബുദ്ധിയുള്ളവൻ? അതായത് ബുദ്ധിയുള്ളവൻ ആ ബുദ്ധി കൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ അവൻ്റെ ബുദ്ധി കാരണമായിട്ട് അവൻ്റെ ജീവിതങ്ങളിൽ വരുന്ന അരിതായ്മകളിൽ നിന്നും അനാവശ്യമായ ദുർനടപ്പുകളിൽ നിന്നും അവനെ രക്ഷപ്പെടുത്തുന്ന ബുദ്ധിയാണ് അവൻ്റെ ബുദ്ധി. അതുകൊണ്ടാണ് ബുദ്ധിക്ക് തടയുന്നത് എന്നർത്ഥം പറയുന്ന ഹിജർ പ്രയോഗിച്ചത്. അതിൻ്റെയൊക്കെ ആശയങ്ങളെ ആവിഷ്കരിക്കുകയാണെങ്കിൽ പറഞ്ഞറിയിക്കാൻ കഴിയൂല. അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്. ഇനി ചില ചോദ്യങ്ങൾ അള്ളാഹു ചോദിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആദിനെ കൊണ്ട് എപ്രകാരം ചെയ്തുവെന്ന് നിങ്ങൾ കണ്ടില്ലേ? ഇറമദാത്തിൽ ഇമാദ്, ഇമാദ് തൂണിൻ്റെ ആളുകളാകുന്ന ഇറം ഗോത്രക്കാരെ എന്ത് ചെയ്തെന്ന് നിങ്ങൾ കണ്ടില്ലേ? അല്ലത്തി ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ്. അവരെ പോലെയുള്ള ആളുകളിൽ നിന്നും പിന്നീട് ആ നാടുകളിലൊന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും വലിയ ശക്തിയും ആരോഗ്യ ദൃഢഗാത്രരുമായ ആളുകൾ. അവർക്ക് എന്ത് സംഭവിച്ചു എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. അതായത് നിങ്ങൾ കണ്ടില്ലേ എന്ന ചോദ്യം അറിഞ്ഞിട്ടില്ലേ എന്ന അർത്ഥത്തിനാണ്. നമുക്കറിയാം ആദ്, സമൂദ്, ഫിർഔന് എന്നിവരുടെയൊക്കെ ചരിത്രം ഖുർആൻ പല സൂറകളിൽ ആവർത്തിച്ചു വരുന്നുണ്ട്. ഇത് അറബികൾക്ക് സുപരിചിതമായ ഒരു ചരിത്രം കൂടിയാണ്. എന്ന് പറഞ്ഞാൽ കണ്ടാൽ ലഭിക്കുന്നത് പോലെയുള്ള ഉറപ്പും ബോധ്യവും അവർക്ക് ലഭിച്ച ഒരു കഥയാണ്. അതുകൊണ്ടാണ് ഇത്തരം കൃത്യമായി സ്ഥിരപ്പെട്ട ചരിത്രത്തിലും ലഭ്യമായ ചരിത്രവുമാണ് എന്നതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ചോദിച്ചത്. സംഗതി ഈ ചോദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണെങ്കിലും എല്ലാവരെയും ഇതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അതായത് അവരുടെ ചരിത്രം മനസ്സിലാക്കി ആളുകൾക്ക് ബോധ്യപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ധിക്കാരികൾക്ക് ഇനിയും മടങ്ങാൻ സമയമായിട്ടില്ലേ? കാരണം ധിക്കാരം പ്രവർത്തിച്ച ആളുകൾക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷയുണ്ടാകുമെന്നും വിശ്വാസികൾക്ക് ഈ മതം, ഈ വിശ്വാസം, ഈ ആദർശം സത്യമാണെന്നും അതിൽ അടിയുറച്ച് നിൽക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. ഇതിനു വേണ്ടിയാണ് ചരിത്രങ്ങൾ അള്ളാഹു പറയുന്നത്. നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ മകൻ സാം എന്ന് പറയുന്ന ഒരു മകൻ, ഹാം, യാഫസ്, ഇതിങ്ങനെ പല മക്കളുമുണ്ട്. ഏതായാലും സാമിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ടയാളാണ് ആദ് എന്ന് പറയുന്ന മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെയാണ് അവരുടെ ഗോത്രം അറിയപ്പെടുന്നത്. അതാണ് ആദ്. ഇറം എന്നത് അദ്ദേഹത്തിൻ്റെ ഉപ്പാപ്പയുടെ പേരാണെന്നും ആ പേരിലും അവർ അറിയപ്പെടുന്നുണ്ടെന്നും, അതല്ല ഇറം എന്ന് പറയുന്നത് ഒരു നാടിൻ്റെ പേരാണെന്നും ആ നാട്ടിലേക്ക് ചേർത്തി നോക്കിക്കൊണ്ട് ഇറമുകാർ എന്ന് പറയുകയാണ് ഇറമദാത്തിൽ ഇമാദ് എന്ന് പറയുന്നത്. അങ്ങനെ രണ്ട് രൂപത്തിൽ വ്യാഖ്യാനങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ഏതായാലും അവർ വലിയ ധിക്കാരികളായി ഭൂമിയിൽ ജീവിക്കുകയും കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരെക്കുറിച്ച് ഖുർആൻ നമ്മളോട് ഉണർത്തുന്നത്. അങ്ങനെ അവരിലേക്ക് പ്രവാചകനായിക്കൊണ്ട് ഹൂദ് നബി അലൈഹിസ്സലാമിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞയച്ചെങ്കിലും അവർ ആ നബിക്ക് യാതൊരു വിലയും നൽകിയില്ല എന്ന് മാത്രമല്ല അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വസിക്കാത്തത് കാരണം നശിപ്പിച്ചു. എന്താണ് ഇവിടെ തൂണുകളുടെ ആൾക്കാർ എന്ന് പറഞ്ഞത്? ദാത്തുൽ ഇമാദ്. ഇതിൻ്റെ താല്പര്യം എന്ന് പറയുന്നത് അവർ ഉയർന്ന കുന്നുകളിലും മലകളിലും മറ്റുമായിട്ട് വലിയ സ്തംഭങ്ങളും കെട്ടിടങ്ങളും നിർമ്മിച്ചിട്ടുണ്ട്. അതൊരു അഭിമാനത്തോടുകൂടെ പൊങ്ങച്ചത്തോടുകൂടെ അവർ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു എന്നാണ് ചരിത്രങ്ങൾ പറയുന്നത്. വലിയ കൈക്കരത്തിൻ്റെ ആളുകളാണ്. അതുകൊണ്ടാണ് ലം യഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ് എന്ന് പറയുന്നത്. മറ്റുള്ളവരെ അറിയിക്കുന്നത് കൂടി അവരുടെ ഈ ഒരു പ്രവർത്തനത്തിൻ്റെ ലക്ഷ്യമായിരുന്നു എന്ന് അഹങ്കാരത്തിൽ മുഴുകിയിട്ട് അവരങ്ങനെ ചെയ്യുമായിരുന്നു എന്നാണ് ചരിത്രങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കുന്നത്. ഇവരാണ് പ്രവാചക അധ്യാപനങ്ങൾക്ക് ഹൂദ് നബി അലൈഹി സ്വലാമിൻ്റെ സാരാംശമുള്ള അർത്ഥഗർഭമായ വാക്കുകളെയൊക്കെ ചെവികൊള്ളാതെ കൈക്കരുത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് മുമ്പിൽ രക്ഷപ്പെടുമെന്ന് വിചാരിച്ചെങ്കിൽ പോലും നിഷ്പ്രഭമായി അവരെ അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞു. ഈ ചരിത്രമാണ് ഇവിടെ നമ്മളോട് സൂചിപ്പിക്കുന്നത്. ധിക്കരിക്കരുത്, സത്യദീനിനെ നിഷേധിക്കരുത്, ഇസ്ലാമിനെ തള്ളിക്കളയരുത്. അള്ളാഹുവിൻ്റെ അദാബ് അത് ഭയാനകമാണ്. ഇമാം റാസി റളിയല്ലാഹു അൻഹു ഇവിടെ ഒരു ചരിത്രം കൂടി പറയുന്നുണ്ട്. ആദ് എന്ന് പറയുന്ന മനുഷ്യന് 2 കുട്ടികളുണ്ടായിരുന്നു. ഒന്ന്, 2 ആൺമക്കളിൽ ഒരാളുടെ പേര് ഷദ്ദാദ്, മറ്റൊരുത്തൻ്റെ പേര് ഷദീദ് എന്നായിരുന്നു. 2 പേരുമായി ആളുകൾ അടക്കി ഭരിക്കുന്ന ഭരണം അവർക്കായിരുന്നു 2 പേർക്കും. എന്നാൽ അവർ തൻ പ്രമാണിത്വം കാണിച്ച് ജീവിച്ച ആളുകളാണ്. അതിനിടക്കാണ് എന്ത് സംഭവിക്കുന്നത്? ഷദീദ് എന്ന് പറയുന്ന മകൻ മരണപ്പെട്ടു പോകുന്നത്. അപ്പോൾ അധികാരം മുഴുവനും പിന്നീട് ഷദ്ദാദിലേക്ക് വരികയാണ്. അങ്ങനെ മുഴുവനും അടക്കി വാണ ഷദ്ദാദ് അധികാരത്തിൻ്റെ ആ ഒരു അഹങ്കാരത്തിൽ ഹുങ്കിൽ അവൻ മുഴുവനും താൻ തന്നെയാണ്, തനിക്കപ്പുറം മറ്റൊരാളൊന്നുമില്ല എന്നു അഹങ്കരിച്ചുകൊണ്ട് നടക്കുകയും പ്രവാചക വാഗ്ദാനം ചെയ്യുന്ന സ്വർഗത്തെക്കുറിച്ച്, ആ സ്വർഗത്തെ എന്ന് പറഞ്ഞാൽ ഹൂദ് നബി അലൈഹി സ്വലാം അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളൊരു സ്വർഗം, ആ സ്വർഗത്തെ നിഷേധിക്കുകയും അതിനു പകരം അദ്ദേഹം എന്താ ചെയ്തത്? അവൻ ഭൂമിയിൽ തന്നെ ഒരു സ്വർഗം പണിയുകയും ചെയ്തു. എനിക്ക് ഭൂമിയിൽ തന്നെ സ്വർഗം ലഭിക്കണം എന്ന ഒരു അഹങ്കാരം. അങ്ങനെ വിളക്കിക്കൊണ്ട് 300 കൊല്ലം കൊണ്ട് അതിനെന്ന് പറയുന്ന മരുഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനം നടത്തി എന്നാണ് ചരിത്രങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ ആ സ്വർണം കൊണ്ടുള്ള ഒരു 300 കൊല്ലത്തെ കഠിന പ്രയത്നത്തിലൂടെ വലിയ പട്ടണമാക്കി സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും കൊട്ടാരങ്ങളും ഗോമേതകങ്ങളും മാണിക്യവും പതിച്ച അലങ്കൃതമായ തൂണുകളും അതേപോലെ വിവിധ തരം മരങ്ങളും അരുവികളും അതിൽ സംവിധാനിക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ഒരു സ്വർഗം നിർമ്മിച്ചു. അങ്ങനെ പണി പൂർത്തിയായ തൻ്റെ സ്വർഗത്തിൻ്റെ ഉദ്ഘാടനത്തിനായിട്ട് അദ്ദേഹം 300 കൊല്ലത്തെ പണിക്ക് ശേഷം ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് തൻ്റെ പരിവാരങ്ങളുമായിട്ട് ആ സ്വർഗത്തിൻ്റെ അരികിലേക്ക് അവൻ വരുന്ന സമയത്ത് ഈ കൃത്രിമ സ്വർഗത്തിലേക്ക് ഒരു ദിവസം മാത്രമാണ് എത്തിച്ചേരാൻ ബാക്കിയുള്ളത്. ആ സമയത്ത്
അവനെയും പരിവാരങ്ങനെയും ഒരു അട്ടഹാസത്തിലൂടെ, സൗണ്ട് വേവിലൂടെ, ശബ്ദതരംഗങ്ങളിലൂടെ അള്ളാഹു നശിപ്പിച്ചുവെന്ന് റാസി ഇമാം പറയുന്നുണ്ട്. അഹങ്കാരികൾക്ക് അള്ളാഹു നൽകുന്ന ശിക്ഷ. അദ്ദേഹം ഈ ഒരു സംഭവത്തെക്കുറിച്ച് അസ്രായിൽ അലൈഹി ഇസ്ലാമിനോട് ചോദിക്കുന്നുണ്ട്, ഏറ്റവും കൂടുതൽ നിനക്ക് പ്രയാസമുണ്ടായ റൂഹ് പിടിക്കുന്ന സമയം ഏതായിരുന്നു? സങ്കടമില്ലാത്ത ആളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ചോദിക്കുകയാണ്, നിനക്ക് ഏറ്റവും കൂടുതൽ സങ്കടമുണ്ടായ വല്ല അനുഭവം ഉണ്ടോ? അപ്പോൾ പറഞ്ഞ ഒരു കഥയാണിത്. എന്ന് പറഞ്ഞാൽ ഇത്രത്തോളം കൊല്ലം തൻ്റെ അധികാരവും പണവും ധനവും ആഡംബരവും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഒരു വലിയ സ്വർഗ്ഗം ഭൂമിയിൽ പണി കഴിപ്പിച്ച് അതിൻ്റെ ഉദ്ഘാടനത്തിന് തൊട്ട് മുമ്പ് അയാളെ റൂഹ് പിടിച്ചപ്പോൾ അതെനിക്ക് വല്ലാതെ വിഷമമായെന്ന് അസ്രായിൽ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞതായിട്ട് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. കോട്ടെ, ഏതായാലും ധിക്കാരികൾ എത്ര തന്നെ ഉന്നതരായാലും അള്ളാഹുവിന് അതൊന്നും പ്രശ്നമല്ലെന്നും, നിങ്ങൾ എത്ര വലിയ ശക്തിയുള്ള ആളുകളാണെങ്കിലും ശരി, അള്ളാഹുവിനെ നശിപ്പിക്കാൻ ഒരു മൈക്രോ സെക്കൻഡ് പോലും ആവശ്യമില്ലെന്നും നമുക്ക് ഈ ചരിത്രത്തിലൂടെ മനസ്സിലാക്കാം. അവരുടെ നീളത്തെക്കുറിച്ചൊക്കെ ചരിത്ര ഗ്രന്ഥങ്ങളിലും തഫ്സീറുകളിലും കാണാം. 400 മുഴമുണ്ടായിരുന്നത്രേ. എന്ന് പറഞ്ഞാൽ ഒരു സംഘം ആളുകളെ നശിപ്പിക്കാൻ വലിപ്പമുള്ള കല്ലൊക്കെ ഒരാൾ തന്നെ ചുമന്നു കൊണ്ടുപോകുമായിരുന്നു. അത്രക്കും വലിയ ശക്തന്മാരും മല്ലന്മാരുമായിരുന്നെന്നും റാസി ഇമാമൊക്കെ എഴുതുന്നുണ്ട്. ഷദ്ദാദിൻ്റെ പട്ടണം പോലെ വേറെ പടക്കപ്പെട്ടിട്ടില്ല എന്നും ചരിത്രങ്ങളിലൊക്കെ ഈ ആയത്തിന് ഉദ്ദേശമുണ്ട് എന്നും. അതാണ് ലം യുഖ്ലഖ മിസ്ലുഹാ ഫിൽ ബിലാദ് എന്നതിൻ്റെ ഉദ്ദേശം. ഷദ്ദാദ് നിർമ്മിച്ചതുപോലെയുള്ളൊരു പട്ടണം ഇതുവരെ പടക്കപ്പെട്ടിട്ടില്ല എന്നും ആവാം ഇവിടെ ഉദ്ദേശം. എന്നതുകൊണ്ടും ഇവിടെ ഷദ്ദാദിൻ്റെ തൂണുകൾ പോലുള്ളത് വേറെ പടക്കപ്പെട്ടിട്ടില്ല എന്നുമാവാം. അത് ദാത്തുൽ ഇമാദ് എന്ന ആയത്തിൽ വന്നല്ലോ. ഈ രൂപത്തിലൊക്കെ വ്യാഖ്യാനങ്ങൾ കാണാം. ഏതായാലും നിമിഷ നേരം കൊണ്ട് അള്ളാഹു അവരെ നശിപ്പിച്ചെങ്കിൽ താരതമ്യേന ബലഹീനരാകുന്ന അറബികളോടും പിൽക്കാലത്ത് വരുന്ന മനുഷ്യരോടും അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ചും അവർക്കുണ്ടാകുന്ന അദാബിനെക്കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയും അള്ളാഹുവിന് നിങ്ങളൊന്നൊരു വിഷയമേ അല്ല എന്നുമാണ് ഈ ആയത്തിലൂടെ സൂചിപ്പിക്കുന്നത്. 9-ാമത്തെ സൂക്തം, വസമൂദല്ലദീന ജാബുസ്സഖ്റ ബിൽവാദ്. ആദിൻ്റെ കഥ പറഞ്ഞു കഴിഞ്ഞു. ഇനി പാറ വെട്ടി കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിരുന്ന സമൂദിനെ കുറിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു എന്നതിനെക്കുറിച്ച് ചോദിക്കുകയാണ്. സ്വാലിഹ് നബി അലൈഹി സ്വലാമിൻ്റെ ജനതയാണ് സമൂദ് ഗോത്രം. അവരുടെ പണി എന്താ? പാറകളൊക്കെ വെട്ടി തുറന്ന് വീടുകൾ നിർമ്മിക്കുന്നവരായിരുന്നു. അതിൻ്റെ ചില അവശിഷ്ടങ്ങളും മറ്റും ഇന്നും നമുക്ക് കാണാൻ കഴിയും. കല്ലുകൾ കൊണ്ട് മാത്രം 1700 പട്ടണങ്ങൾ അവർ നിർമ്മിച്ചതായി ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നുണ്ട്. പാറകൾ കൊണ്ട് നിർമ്മാണം നടത്തുമെന്ന കണ്ടെത്തലുകൾ നടത്താൻ മാത്രം ബുദ്ധിയിൽ കേമന്മാരായിരുന്ന ഈ സമൂദ് ഗോത്രം നിങ്ങൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെ അവരിലേക്ക് കടന്നു ചെന്ന, ഈ സത്യമതത്തിൻ്റെ സന്ദേശവുമായിട്ട് കടന്നു ചെന്ന സ്വാലിഹ് നബി അലൈഹി സ്വലാമിനെ മനസ്സിലാക്കാൻ ബുദ്ധിയിൽ എന്തായില്ല? ബുദ്ധി ഉദിച്ചില്ല. അങ്ങനെ അവർ സ്വാലിഹ് നബി അലൈഹി സ്വലാമിനെ ധിക്കരിച്ചു. തൽക്ഷണം അള്ളാഹു അവരെ ശിക്ഷിക്കുകയും പിടികൂടുകയും ചെയ്തു. അതാണ് വസമൂദല്ലദീന ജാബുസ്സഖ്റ ബിൽവാദ് വഫിർഔന ദിൽ ഔതാദ്. മൂന്നാമതായിട്ട് പറയാണ് ഫിർഔനിൻ്റെ കഥയെക്കുറിച്ച്. കുറ്റികളുള്ള ആളായ ഫറോവയെ കൊണ്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തെന്ന് നിങ്ങൾ കാണുന്നില്ലേ? നമുക്കറിയാം, സദാ എന്ത് കൽപ്പനയും എന്ത് രാജ സന്നിധിയിൽ നിന്നുള്ള എന്തും മനസ്സാവഹിച്ച് അത് നടപ്പിലാക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന പട്ടാളക്കാരുള്ള ഒരു വലിയ ഭരണാധികാരിയായിരുന്നു ഫിർഔൻ. അതുകൊണ്ടാണ് കുറ്റികളുള്ളവൻ എന്നതിൻ്റെ താല്പര്യം. അതായത് ഇദ്ദേഹം ഈ ഫിർഔനിൻ്റെ ശിക്ഷയുടെ രീതി ചരിത്രത്തിൽ അങ്ങനെ ഓരോരുത്തർക്കും അവരുടേതായ ശിക്ഷാരീതികൾ ഉണ്ടാകും. ഫിർഔനിൻ്റെ ശിക്ഷാരീതിയിൽപ്പെട്ടതാണ് ആണിയിലൊക്കെ തറച്ചു കൊല്ലുക എന്ന് പറയുന്ന സിസ്റ്റം. അതുകൊണ്ടാണ് കുറ്റികളുള്ള ആൾ എന്ന് ഖുർആൻ പ്രയോഗിച്ചത്. ദിൽ ഔതാദ് എന്ന് പറയുന്ന ഭാഗം. ആസിയ ബിബി റളിയല്ലാഹു അൻഹയും സത്യവിശ്വാസിയായി എന്ന കാരണത്താൽ ആണികളിൽ കുരുക്കി ക്രൂരമായി കൊന്നുകളഞ്ഞു. അപ്പോഴാണ് അള്ളാഹുവിനോട് നിൻ്റെ സ്വർഗ്ഗത്തിൽ എനിക്കൊരു ഭവനം നൽകണം എന്ന് പറയുന്ന അർത്ഥം വരുന്ന പ്രാർത്ഥന പ്രാർത്ഥിച്ചത്. ഏതായാലും ഇങ്ങനെ ആണികളെ കൊണ്ട് ശിക്ഷിക്കുന്ന ഒരു രീതിയായിരുന്നു, ശിക്ഷാമുറയുള്ള ആളായിരുന്നു ഫിർഔൻ. അല്ലദീന തഗൗ ഫിൽ ബിലാദ്. ഇവരെക്കുറിച്ച് ഖുർആൻ പറയാണ്, നാടുകളൊക്കെ അക്രമം നടത്തി ജീവിച്ച ആളുകൾ. ഫഅക്സറൂ ഫീഹൽ ഫസാദ്. അങ്ങനെ ആ നാടുകളിലൊക്കെ അവർ വല്ലാതെ കുഴപ്പങ്ങൾ ഉണ്ടാക്കി വർദ്ധിച്ചു. അത് അക്സറൽ ഫസാദ് എന്ന് പറഞ്ഞാൽ കുഴപ്പങ്ങൾ വല്ലാതെ വർദ്ധിച്ചിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇതുവരെ പറഞ്ഞത് ഈ 3 വിഭാഗം ജനതയുടെ അക്രമ സ്വഭാവവും അത് കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഉണ്ടാക്കാൻ പോകുന്ന അസാബുമാണ് പറഞ്ഞത്. അതാണ് അവരുടെ തെറ്റുകളും അവരുടെ അക്രമ സ്വഭാവവുമാണ് ഇവിടെ പറയുന്നത്. അടുത്ത ആയത്ത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം. 13-ാമത്തെ ആയത്ത് ഫസബ്ബ അലൈഹിം റബ്ബുക സൗത അദാബ് എന്ന് പറഞ്ഞാൽ അള്ളാഹു അവരുടെ മേൽ അവൻ്റെ ശിക്ഷയുടെ ചമ്മട്ടി ചൊരിഞ്ഞു. സൗത്തുൽ അദാബ് എന്ന് പറഞ്ഞാൽ, സൗത്ത് അദാബ് എന്ന് പറഞ്ഞാൽ ചമ്മട്ടി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഈ ആയത്തൊക്കെ ഓതിയിട്ട് ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ പറയാറുണ്ടായിരുന്നു, അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരുപാട് ചമ്മട്ടികളുണ്ട്, ചാട്ടവാറുണ്ട്, എന്നാൽ അതിൽ നിന്നുള്ള ഒന്നുകൊണ്ട് മാത്രമാണ് ഇവിടെ അവരെ അടിച്ചത് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ശിക്ഷയെല്ലാം ഖിയാമത്ത് നാളിൽ വരാനുണ്ട്. അല്ലാഹ്, ദുനിയാവിലുള്ള ശിക്ഷ തന്നെ ഇത്ര ഗൗരവമാണ്, ഇത്ര കഠോരമാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ചെറുതാണ്, ഇനി വരാനുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളും ചിന്തിച്ച് നോക്കുക, അള്ളാഹുവിൻ്റെ അദാബ്, നഊദു ബില്ലാഹ്. നമ്മൾ അള്ളാഹുവിനോട് കാവൽ തേടണം. ഇന്ന റബ്ബക ലബിൽ മിർസാദ്. 14-ാമത്തെ ആയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ റബ്ബ്
വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്, പതിഞ്ഞിരിക്കുകയാണ്. ഈ മിർസാദ് എന്ന് പറഞ്ഞാൽ ഈ വേട്ട ജന്തുക്കളെയും മറ്റൊക്കെ പിടികൂടാനുമായിട്ട് ഈ കാട്ടിൽ വേട്ടയാടാൻ പോകുന്ന ആളുകൾ പമ്മി നിൽക്കുന്ന സ്ഥലങ്ങൾക്കാണ് മിർസാദ് എന്ന് പറയുക. എന്ന് പറഞ്ഞാൽ കുറ്റവാളികളെ അള്ളാഹു വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഈ ഭൂമിയിൽ. അവരുടെ സമയമെത്തിയാൽ ആ സമയത്ത് അവരെ പിടിക്കുകയും അവർക്ക് ശക്തമായ ശിക്ഷയും നൽകുമെന്നും ഉണർത്താനാണ് ഈ രൂപത്തിൽ മിർസാദ് എന്ന് പറയുന്ന പ്രയോഗം അള്ളാഹു ഈ ഖുർആൻ്റെ ഈ ഭാഗത്ത് പ്രയോഗിച്ചത്. നിയന്ത്രണത്തിൽ നിന്ന് മാറി തെറ്റ് ചെയ്യാൻ, അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിൽ നിന്നും മാറി തെറ്റ് ചെയ്യാൻ സാധ്യമല്ലെന്ന് വരുമ്പോൾ തെറ്റിൽ നിന്ന് മാറി നിൽക്കാനും അച്ചടക്കമുള്ള ഒരു അടിമയായി ജീവിക്കാനും മനുഷ്യൻ ശ്രമിച്ചേ മതിയാകും. ഇനിയുള്ള 2 ആയത്തുകൾ വളരെ പ്രധാനമാണ്. 15-16 ആയത്തുകൾ ഒരുമിച്ച് ഓതി പറയാം. فأما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه فيقول ربي أكرمن وأما إذا ما ابتلاه فقدر عليه رزقه فيقول ربي أهانن. ഈ 2 ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ്റെ മനഃശാസ്ത്രത്തെക്കുറിച്ച് പറയുകയാണ്. ഇവിടെ മനുഷ്യനെങ്ങാനും വല്ല പരീക്ഷണങ്ങൾ വന്നു, അങ്ങനെ അവനെ ആദരിക്കുകയും അവൻ ആ പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു സുഖം നൽകുകയും ചെയ്താൽ അവൻ പറയും, എൻ്റെ റബ്ബ് എന്നെ ബഹുമാനിച്ച് ആദരിച്ച് എനിക്ക് സഹായം നൽകിയിരിക്കുന്നു. എന്നാലോ മനുഷ്യന് ഒരു പ്രയാസമുണ്ടായി, അങ്ങനെ അവൻ്റെ ഉപജീവനം അള്ളാഹു തടസ്സപ്പെടുത്തി, ഫഖദർ അലൈഹി റിസ്ഖ, എന്നാൽ അവൻ എന്താ പറയുക, എൻ്റെ റബ്ബ് എന്നെ അപമാനിച്ചിരിക്കുന്നുവെന്ന്. അതായത് മനുഷ്യരുടെ പൊതുവെയുള്ള രീതിയാണ്, ഒരു സ്വഭാവമാണ്. സമൃദ്ധിയും സന്തോഷമൊക്കെ ലഭിക്കുമ്പം അവർ പറയും, അള്ളാഹു എന്നെ അംഗീകരിച്ചു, ആദരിച്ചു, എനിക്കുള്ള എല്ലാം അള്ളാഹു നൽകി. എന്നാൽ വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പം അള്ളാഹു എന്നെ അപമാനിച്ചു, എന്നെ പരാജയപ്പെടുത്തി എന്ന് പരാതിപ്പെടുകയും ചെയ്യുക. യഥാർത്ഥത്തിൽ ഭൗതിക ജീവിതത്തിൽ മനുഷ്യനുണ്ടാകുന്ന സുഖങ്ങളെന്നും നമ്മളെ ദുരിതങ്ങളാവട്ടെ, അതൊന്നും നമ്മുടെ ആഖിറം എന്ന് പറയുന്ന ലോകത്തിലേക്ക് നമ്മൾ ചിന്തിച്ചുകൊണ്ട് അതിനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹുവിൻ്റെ ഇഷ്ടമുള്ളവർക്ക് നൽകുന്നതാണ് സുഖം, വെറുപ്പുള്ളവർക്ക് നൽകുന്നതാണ് ദുഃഖം എന്നൊരു മാനദണ്ഡം ഇന്ന് പൊതുവേ ഉണ്ട്. അത് ശരിയല്ല. അത് രണ്ടും അള്ളാഹുവിൽ നിന്നുള്ള പരീക്ഷണമാണ്. സുഖം നൽകും, അള്ളാഹു ശുക്ർ ചെയ്യുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. പ്രയാസം നൽകും, ക്ഷമിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അള്ളാഹു ക്ഷമിക്കുന്നതിലൂടെ, ശുക്ർ ചെയ്യുന്നതിലൂടെ അള്ളാഹു പ്രതിഫലം ലഭിക്കാൻ വേണ്ടിയുള്ള ഒരു പരീക്ഷണമാണ് സുഖദുഃഖങ്ങൾ. എന്നാൽ സുഖം വരുമ്പോൾ അള്ളാഹുവിനെ വാഴ്ത്തുകയും ദുഃഖവും പ്രയാസവും ഉണ്ടാകുമ്പോൾ അള്ളാഹുവിനെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സ്വഭാവം, പ്രവണത, അത് ശരിയല്ല. മുമ്പത്തെ ആ ഒരു ആയത്തുമായിട്ട് വലിയ ബന്ധമുണ്ട്. ഇന്ന റബ്ബക ലബിൽ മിർസാദ് എന്ന് പറഞ്ഞാൽ പരലോകത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ വീക്ഷിക്കുന്നുണ്ടെന്ന് അവിടെ പറഞ്ഞത്. അപ്പോൾ പിന്നെ ദുനിയാവിലുണ്ടാകുന്ന സുഖദുഃഖങ്ങളൊന്നും നിങ്ങളെ അതിൽ നിന്നും അത്തരം പരലോകത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ, അത്തരം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിന് തടസ്സമാവരുത് എന്നൊരു ബന്ധം കൂടി ഇവിടെയുണ്ട്. ഇവിടെ സുഖം കിട്ടിയാൽ അവൻ സന്തോഷിക്കുകയും കിട്ടിയില്ലെങ്കിൽ വ്യസനിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ മനുഷ്യനുണ്ടാവരുത്. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള സുഖവും ദുഃഖവും അനന്തമായ പരലോക ജീവിതത്തിൻ്റെ സന്തോഷത്തിനായിട്ട് ഉപയോഗിക്കുകയാണ് വേണ്ടത്. കല്ലാ ബല്ലാ തുക്രിമൂനൽ യതീം, അനാഥയെ ആദരിക്കുന്നില്ല നിങ്ങൾ. വലാ തഹാദൂന അലാ തആമിൽ മിസ്കീൻ, പാവപ്പെട്ടവൻ്റെ ഭക്ഷണ കാര്യത്തിൽ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. തഹാദൂൻ എന്ന് പറഞ്ഞാൽ നന്മയിൽ നന്ദി രേഖപ്പെടുത്തണം, തിന്മയിൽ ക്ഷമ കൈകൊള്ളണം. ഇത് ചെയ്യുന്നില്ല, മനുഷ്യനെ കുറ്റപ്പെടുത്തുകയാണ്, മനുഷ്യൻ്റെ സ്വഭാവങ്ങളെ ഖുർആൻ പരിചയപ്പെടുത്തുക. അനാഥകളുടെയും പാവപ്പെട്ടവരുടെയും കാര്യത്തിൽ ഒരു ശ്രദ്ധയുമില്ല. പാവപ്പെട്ട അനാഥരായ കുട്ടികളുടെ വിഷയത്തിലൊന്നും ആരും ഇന്ന് ചിന്തിക്കുന്നില്ല. മറിച്ച് അവരുടെ സ്വത്ത് കൂടി കൈക്കലാക്കാൻ വേണ്ടി, അവരുടെ സ്വത്ത് കൂടി തൻ്റെ സ്വത്തായി കണക്കാക്കാൻ വേണ്ടിയിട്ടുള്ള അമിത മോഹം മനുഷ്യൻ ഇന്ന് വ്യഗ്രത വല്ലാതെയുണ്ട്. അനാഥകൾക്ക് സഹായം ചെയ്യുന്നില്ല എന്നല്ല ഖുർആൻ പറഞ്ഞത്, അഗതികൾക്ക് അന്നം നൽകുന്നില്ല എന്നല്ല അള്ളാഹ് പറഞ്ഞു, മറിച്ച് അതിൻ്റെ മേൽ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ള ചോദിക്കരുത്. എന്ന് പറഞ്ഞാൽ അവർക്ക് ഭക്ഷണം കൊടുത്താൽ മാത്രം പോരാ, അവരെ ആദരിക്കണം. യതീം കുട്ടികൾ, പാവപ്പെട്ടവർ, അഗതികൾ, അവരെയൊക്കെ നമ്മൾ ആദരിക്കണം. അനാഥകൾക്ക് അന്നം കൊടുക്കും, അവരെ അവജ്ഞയോടുകൂടെ തള്ളിക്കളയും. ഇത് ശരിയല്ല. പാവപ്പെട്ടവന് ആഹാരം നൽകും, പോരാ, അവരുടെ ഉന്നമനത്തിനായി നമ്മൾ പ്രവർത്തിക്കണം. പാവപ്പെട്ട ആളുകൾക്കുള്ള അവരുടെ പുരോഗതിക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം സഹകരിക്കണം എന്നാണ് ഈ ആയത്തിൻ്റെ ഉദ്ദേശം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഏറ്റവും നല്ല മുസ്ലിം വീടേതാ? അതായത് വീട്ടുകാരാൽ ഗുണം ചെയ്യപ്പെടുന്ന ഒരു അനാഥനുണ്ടെങ്കിൽ ആ വീടാണ് ഏറ്റവും നല്ല വീട്. ഏറ്റവും മോശമായ ഭവനം, അനാഥൻ വിഷമിപ്പിക്കപ്പെടുന്ന ഒരു വീടുണ്ടെങ്കിൽ അവിടെയാണ്. വാപ്പയില്ലാത്തവന് അവൻ്റെ പിതാവില്ല എന്ന ഒരു പ്രയാസം അവൻ്റെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും കാണിക്കരുത്. അവനത് അറിയിക്കാനേ പാടില്ല. അവൻ്റെ മനസ്സ് പ്രയാസപ്പെട്ടു പോയാൽ അത് വല്ലാതെ ബുദ്ധിമുട്ടാകും. അതുകൊണ്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഞാനും അനാഥ സംരക്ഷണം ഏറ്റെടുത്ത ആളും ഇപ്രകാരമാണെന്ന് പറഞ്ഞ് 2 വിരലുകൾ ചേർത്ത് നിർത്തിയെന്ന. അതുകൊണ്ട് നമ്മൾ അക്കാര്യം ശ്രദ്ധിക്കണം. മനുഷ്യന് സ്വത്തിനോടുള്ള ആർത്തിയെക്കുറിച്ച് ഖുർആൻ പറയാണ്. എത്രത്തോളം പറഞ്ഞാൽ അനന്തരാവകാശ സ്വത്തുകൾ ഒന്നായി ഒരുമിച്ച് കൂട്ടി തിന്നുകയും ചെയ്യുന്നു. ധനത്തെ നിങ്ങൾ അമിതമായി സ്നേഹിക്കുകയും ചെയ്യുന്നു. പണം പണം പണം, പവർ പവർ പവർ. അതുകൊണ്ട് മറ്റുള്ള ആളുകളുടെ കാര്യമൊന്നും നമ്മൾ ചിന്തിക്കില്ല. സെൽഫിഷ് എന്ന് പറയുന്ന ഒരു പുതിയ കാലത്തുള്ള ട്രെൻഡ് ഉണ്ട്. ഞാനും എൻ്റെ കുടുംബം, എൻ്റെ കാര്യം. ഇതല്ല, നമ്മളെല്ലാവരെയും ചേർത്ത് പിടിക്കണം. നമ്മൾ ബാങ്ക് അക്കൗണ്ടിന് വേണ്ടിയിട്ട് പ്രോഫിറ്റ് ഉണ്ടാകുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്.
അന്യായമായി ധനസമ്പാദനത്തിനുള്ള വഴികൾ അന്വേഷിക്കുകയും അനന്തരാവകാശികളെപ്പോലും കബളിപ്പിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്ന എത്ര സംഭവങ്ങളാണ് നമ്മൾ കാണുന്നത്. സ്വന്തം പിതാവിനെ സമ്പത്ത് ലഭിക്കാൻ വേണ്ടിയിട്ട് കൊല്ലുന്ന മക്കളുള്ള കാലമല്ലേത്? ഇവിടെയാണ് സമ്പത്തിനോടുള്ള മനുഷ്യൻ്റെ അത്യാർത്തി ഒരിക്കലും പാടില്ലെന്ന് ഖുർആൻ പറയുന്നത്. അതായത് ഇന്ന് ചില ആളുകളുടെ ഒരു ധാരണയുണ്ട്, എങ്ങനെയെങ്കിലുമൊക്കെ പണം സമ്പാദിക്കുകയും ആർഭാടമായി ജീവിക്കുകയും ചെയ്യുന്നത് മനുഷ്യൻ്റെ മഹത്വമായിട്ട് ഇന്ന് കാണുന്നുണ്ട്. അതൊരു തെറ്റായ കാഴ്ചപ്പാടാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ലോകത്ത് കാണുന്ന അനീതിയുടെയും അരുതായ്മകളുടെയും ഒരു ബഹുഭൂരിപക്ഷത്തിൻ്റെയും കാരണം പണം എന്ന് പറയുന്ന അമിതാർത്തിയാണ്. ധനം എങ്ങനെ സമ്പാദിച്ചുവെന്നും അതിൽ എന്തിൽ ചെലവഴിച്ചുവെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കണക്ക് ബോധിപ്പിക്കാതെ പരലോകത്ത് നിന്ന് രക്ഷപ്പെടാനാകില്ല എന്ന റസൂലുള്ളാഹിൻ്റെ ഹദീസ് ഇവിടെ നമ്മൾ ചിന്തിക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾക്കെല്ലാം മനുഷ്യൻ്റെ ധനത്തെക്കുറിച്ച് റസൂലുള്ള പറഞ്ഞത് ഒരു ആദം മാലി എന്നിട്ട് പറയുന്നുണ്ട്, അഫ്നൈത അബുലൈത അബഖൈത എന്ന് പറഞ്ഞാൽ നീ കഴിച്ച ഭക്ഷണങ്ങളൊക്കെ അതൊക്കെ നശിച്ചു പോയി. നമ്മൾ എത്ര തരം ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാം നഷ്ടപ്പെട്ടു പോയി. പിന്നെയോ നമ്മൾ എത്ര തരം വസ്ത്രങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതെല്ലാം നുരുമ്പിപ്പോയി. നമ്മൾ കൊടുത്ത സ്വതക്ക അബഖൈത അതെന്നും അവശേഷിക്കും. അതുകൊണ്ട് സമ്പത്തിനോടുള്ള അമിതമായിട്ടുള്ള ആർത്തി നമ്മൾ ഒഴിവാക്കണം. കല്ലാ ഇദാ ദുഃഖത്തിൽ അർദു ദക്കൻ ദക്ക. ഇനി ഖിയാമത്ത് നാളിലേക്ക് അള്ളാഹു കൊണ്ടുപോവുകയാണ് മനുഷ്യനെ. ഭൂമി പൊടിയാക്കപ്പെട്ടാൽ നിങ്ങൾ നോക്ക്, ഇരുമ്പും അതേപോലെ തന്നെ പാറകളും മരങ്ങളും എല്ലാം കൊണ്ട് സമ്പന്നമായ കെട്ടുറപ്പുള്ള ഭൂമി, ഈ ഭൂമി എങ്ങാനും അള്ളാഹു തവിട് പൊടിയാക്കിയാൽ റബ്ബുക വൽ മലകു സ്വഫൻ സ്വഫ, അള്ളാഹുവിൻ്റെ കൽപ്പനയെല്ലാം കൃത്യമായി നടപ്പിലാക്കുന്ന ശക്തിയുള്ള മലക്കുകൾ അണിയണിയായി വരികയും ചെയ്താൽ വജീഅ യൗമഇദിൻ ബിജഹന്നം, അങ്ങനെ അന്ന് ജഹന്നം എന്ന് പറയുന്ന കത്തിയാളുന്ന നരകത്തെ അള്ളാഹു കൊണ്ടുവരും. യതദക്കറുൽ ഇൻസാനു വഅന്നാ ലഹു ദിക്റാ, അങ്ങനെയുള്ള ആ ദിവസത്തിൽ നാം ഓരോരുത്തരും മനുഷ്യൻ ഓർക്കുന്നത്, അതായത് താൻ ചെയ്ത തെറ്റുകളെ അവൻ ഓർക്കും. ആ ഓർക്കുന്ന ദിക്ർ വഅന്നാ ലഹു ദിക്റാ, അതുകൊണ്ട് എന്ത് പ്രയോജനപ്പെടാനാണ്? അപ്പം മനുഷ്യൻ അവിടെ പറയുന്ന ഒരു ചോദ്യം, യഖൂലു യാ ലൈതനി ഖദ്ദംതു ലിഹയാതി, എൻ്റെ ഈ പരലോക ജീവിതത്തിന് വേണ്ടിയിട്ട് ഞാൻ മുൻകൂട്ടി വല്ലതും ചെയ്തു വെച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറഞ്ഞ് കൈകടിക്കും. ഫയൗമഇദിൻ ലാ യുഅദ്ദിബു അദാബഹു അഹദ്, ആ ദിവസം അള്ളാഹു നൽകുന്ന ശിക്ഷയോളം ശിക്ഷിക്കുന്ന ഒരാളുമില്ല. ഭൂലോകത്ത് എത്ര നെറികെട്ട ശിക്ഷാരീതികൾ ആരൊക്കെ ഏതൊക്കെ കാലഘട്ടത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട്, ശരി തന്നെ അള്ളാഹുവിനോളം ഖിയാമത്ത് നാളിൽ ശിക്ഷിക്കുന്ന രൂപത്തിൽ ശിക്ഷിക്കുന്ന ഒരാളുമില്ല. വലാ യൂസിഖു വസാഖഹു അഹദ്, അവൻ്റെ പിടിച്ചുകെട്ടൽ പോലെ, അതാ വസഖ എന്ന് പറഞ്ഞാൽ യൂസിഖു വസാഖഹു എന്ന് പറഞ്ഞാൽ അള്ളാഹു പിടിച്ച് ബന്ധിക്കുന്നത് പോലെ, അറസ്റ്റ് ചെയ്യുന്നത് പോലെ ഒരാളും ചെയ്യൂല എന്ന് പറഞ്ഞാൽ അത്രയും കഠിനമേറിയതാണ്. വജാ റബ്ബുക വൽ മലക്കു സ്വഫൻ സ്വഫ എന്ന് പറഞ്ഞാൽ അത് വിചാരണയുടെ ദിവസത്തിലേക്കുള്ള ഒരു സൂചനയാണ്. സർവാധിപതിയായ ലോകരക്ഷിതാവിൻ്റെ മുന്നിൽ ഒരു അഭിഭാഷകൻ്റെയോ മധ്യവർത്തിയുടെയോ സഹായം ഒന്നുമില്ല അവിടെ. പിന്നെയോ നമ്മളവിടെ വിചാരണ ചെയ്യപ്പെടുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്തായ ഒരു ശുപാർശയുണ്ട്, അഷ്ഫാഅത്തുൽ ഉളുമ. അതിനുശേഷമാണ് എന്ത് സംഭവിക്കുക? അള്ളാഹുവിൻ്റെ മഹാസൃഷ്ടികളായ കണക്കറ്റ മലക്കുകൾ വരിവരിയായി ആ മഹാസദസ്സിനെ വന്ന് അഭിസംബോധനം ചെയ്യും. അങ്ങനെ ആ മഹ്ശറയിൽ ഈ മലക്കുകൾ വന്ന് വലയം ചെയ്യുകയും അതിനുശേഷം ജഹന്നം എന്ന് പറയുന്ന നരകം അവിടെ പ്രദർശിപ്പിക്കപ്പെടും. ഈ സന്ദർഭത്തിലാണ് തെറ്റ് ചെയ്ത് ദോഷിയായി പാപിയായി തെമ്മാടിയായി ജീവിച്ച മനുഷ്യൻ ഭൂമിയിൽ ചെയ്ത കുറ്റങ്ങളെല്ലാം അവൻ്റെ മനസ്സിലേക്ക് ഓരോന്നോരോന്നായി ഇങ്ങനെ ഓർമ്മയിലേക്ക് നിർഗളിച്ചു വരികയും വലിയ ദുഃഖത്തോടുകൂടെ കഴിഞ്ഞ ജീവിതത്തിൽ വെച്ച് ഈ ഒരു ആഖിറത്തിന് വേണ്ടിയിട്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് വിലപിക്കുകയും ചെയ്യും. യാതൊരു ഫലവും അതുകൊണ്ടില്ല എന്നാണ് ഖുർആൻ പറഞ്ഞത്, അല്ലേ? മുകളിൽ നമ്മൾ പറഞ്ഞല്ലോ വഅന്നാ ലഹു ദിക്റ, ആ ഒരു ചിന്ത കൊണ്ടൊരു കാര്യമില്ല. അപ്പോൾ നിങ്ങൾ ഈ സമയം ചിന്തിക്കുക, ഇന്ന് മുതൽ നിങ്ങൾ മാറുക, ഈ സമയം മുതൽ നിങ്ങൾ നന്മയുടെ വക്താക്കളായി ജീവിക്കുക. ഇതാണ് ഖുർആൻ്റെ കൽപ്പന. അവസാനമായിട്ട് അള്ളാഹു ചോദിക്കുക, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി, ഓ സമാധാനമടഞ്ഞ ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ, സ്വയം തൃപ്തിപ്പെട്ടുകൊണ്ടും അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിച്ചുകൊണ്ടും നീ അള്ളാഹുവിലേക്ക് മടങ്ങുക. ഫദ്ഖുലി ഫീ ഇബാദി, എൻ്റെ അടിമകളിലേക്ക് നീ കയറുക, എൻ്റെ ആളുകളുടെ ലിസ്റ്റിലേക്ക് നീ കയറുക. ഫദ്ഖുലി ജന്നതി, എൻ്റെ സ്വർഗ്ഗത്തിൽ നീ പ്രവേശിക്കുക. സൃഷ്ടിച്ചു സംരക്ഷിക്കുന്ന അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് അവൻ്റെ മഹത്വം അംഗീകരിച്ച് അവന് മാത്രം ആരാധന നിർവഹിച്ച് അവൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് നിയമനിർദ്ദേശങ്ങളെല്ലാം കൃത്യമായി ശിരസാവഹിച്ചുകൊണ്ട് അവന് സന്തോഷം ഉണ്ടാകുമ്പോൾ നന്ദി രേഖപ്പെടുത്തി വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ ക്ഷമിച്ച് സദാസമയം അള്ളാഹുവിൻ്റെ ഫിക്റിലായിക്കൊണ്ട് ജീവിച്ച് കഴിഞ്ഞുകൂടുന്ന ആളുകളെക്കുറിച്ചാണ് അന്നഫ്സുൽ മുത്മഇന്ന എന്ന് ഖുർആൻ പ്രയോഗിച്ചത്. അപ്പോൾ അത്തരക്കാരുടെ മരണസമയത്തും ഖിയാമത്ത് നാളിലും ആശ്വാസത്തിൻ്റെ സന്ദേശങ്ങൾ നിരന്തരം അവർക്ക് നൽകിക്കൊണ്ട് അള്ളാഹുവിൻ്റെ മാലാകയും മറ്റും അവരുടെ അടുക്കലുണ്ടാകും. ഇത് കാരണമായിട്ട് റാദിയത്തൻ മർദിയ, അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിലേക്കും അവൻ്റെ ഇഷ്ടദാസന്മാരിലേക്കും അവരെ ചേർക്കപ്പെടുകയും സുഖസമ്പന്നമായ ശാശ്വതമാകുന്ന സ്വർഗ്ഗലോകത്തിലേക്ക് കടന്നു വരാനുള്ള ഒരു പ്രത്യേക ക്ഷണം
ആ ഒരു ക്ഷണം ഇതെല്ലാം അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുണ്ടാകുമ്പം അത് വലിയ അംഗീകാരമല്ലേ? നിങ്ങൾ നോക്കിയില്ലേ, ഒരു പ്രത്യേക പരിപാടിക്ക് ചില VVIPകളെ മാത്രം പ്രത്യേകമായിട്ട് ക്ഷണിക്കുമ്പം അത് അവർക്കുള്ള അംഗീകാരമല്ലേ? അതേപോലെയുള്ള രൂപത്തിൽ മനുഷ്യനെ അള്ളാഹു ഇങ്ങനെയുള്ളൊരു പ്രത്യേക ക്ഷണത്തിലൂടെ അവന് അതിനുള്ള യോഗ്യത നേടിത്തരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഖുർആൻ നമ്മുടെ മുന്നിൽ വെച്ചിട്ടുള്ളത്. ആ യോഗ്യത എന്താ? നന്മകൾ സദാ ചെയ്യുക, തിന്മകളിൽ നിന്ന് മാറി നിൽക്കുക, തഖ്വയിൽ അധിഷ്ഠിതമായി ഇഖ്ലാസോടുകൂടെ ജീവിച്ച് മുത്തഖിയായിട്ട് ഈമാൻ നഷ്ടപ്പെടാത്ത രൂപത്തിൽ ജീവിച്ച് മരിക്കുക. ഈ മഹാഭാഗ്യം അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. എല്ലാം കേൾക്കാനും ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പകർത്താനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ പറയുന്ന രൂപത്തിലുള്ള വലിയ മഹത്വങ്ങൾ അള്ളാഹു അവൻ്റെ അടിമകൾക്ക് നൽകുമ്പോൾ ആ രൂപത്തിലുള്ള മഹത്വങ്ങൾ അള്ളാഹു നമുക്കും നൽകുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, കൂട്ടുകുടുംബാദികൾ, ഉസ്താദുമാർ എല്ലാവരും അവൻ്റെ സുഖലോക സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അവരുടെ കൂടെ നമുക്കും ജന്നാത്തുൽ നഈമിൽ ഒരുമിച്ച് കൂടാനും അള്ളാഹുവിൻ്റെ ലിഖാ ആ അനുഭൂതി അത് ലഭിക്കുവാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പരിശുദ്ധ ദുൽഹിജ്ജ മാസം, ഈ മാസത്തിൽ അള്ളാഹു നൽകുന്ന അടിമകൾക്ക് പ്രത്യേകം നൽകുന്ന എല്ലാവിധ പോരിശകളും അള്ളാഹു നമുക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.